പല ആളുകൾക്കും അശ്രദ്ധ ഉണ്ട്, ഓർമ്മശക്തി കുറവുണ്ട്. ഇത് ചെറുപ്രായത്തിൽ വരെ സംഭവിക്കുന്നുണ്ട്. നമ്മുടെ തലച്ചോറ് എന്ന് പറയുന്നത് ശരീരഭാരത്തിന്റെ വെറും 2% മാത്രമാണെങ്കിലും ശരീരത്തിലുള്ള 20%-ഓളം ബ്ലഡിനെ അത് ഊറ്റി വലിക്കുന്നുണ്ട്. നമ്മൾ ഓരോ കാര്യങ്ങൾ ഓർത്തു വെക്കുന്നതും ഓരോന്ന് ചിന്തിച്ചു കൂട്ടുന്നതും ഓരോന്ന് മനസ്സിലാക്കുന്നതും ഇതിനൊക്കെ വേണ്ട രീതിയിൽ തലച്ചോറിൽ രക്തം കിട്ടിയേ മതിയാവും. ഒരു 30%-ഓളം രക്തോട്ടം തലച്ചോറിന് കുറവാവുകയാണെങ്കിൽ ഉടനെ തലച്ചോറിന്റെ പ്രവർത്തനം നിൽക്കും. അതുപോലെ തന്നെ വെറും 20%-ഓളം രക്തോട്ടത്തിലെ കുറവ് തലച്ചോറിന് കുറെ കാലങ്ങൾ കൊണ്ടുണ്ടാവുകയാണെങ്കിൽ ഡിമെൻഷ്യ എന്ന് പറയുന്ന മറവി രോഗം സംഭവിക്കും. തലച്ചോറ് എന്ന് വെച്ചാൽ ബില്യൺ കണക്കിനുള്ള ന്യൂറോണുകളുടെ പ്രവർത്തനത്തിന്റെ അതിന് ഊർജ്ജം കൊടുക്കുന്നതിന്റെ ഒരു രാക്ഷസനാണ്. രക്തം തലച്ചോറിൽ എത്തുന്നത് 2 ഉദ്ദേശത്തിലാണ്. ഒന്ന്, തലച്ചോറിന്റെ ഊർജ്ജ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ അവിടേക്ക് എത്തിക്കാൻ. രണ്ടാമത്തത്, തലച്ചോറിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഇന്ധനം അഥവാ ഗ്ലൂക്കോസ് അത് തലച്ചോറിൽ എത്തിക്കാൻ. ഓക്സിജൻ സമയത്തിന് കിട്ടിയിട്ടില്ലെങ്കിൽ ന്യൂറോണുകൾ മിനിറ്റുകൾ കൊണ്ട് നശിച്ചു പോകും. അതുപോലെ ഗ്ലൂക്കോസും തലച്ചോറിന് വേണ്ട രീതിയിൽ കിട്ടിയില്ലെങ്കിൽ ഓർമ്മശക്തി നഷ്ടപ്പെടും. പലപ്പോഴും എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ പെട്ടെന്ന് തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറയുന്ന സ്ട്രോക്ക് പോലുള്ള അവസ്ഥകൾ വരുമ്പോൾ കുറെ നേരത്തേക്ക് ഓർമ്മശക്തി ആരോഗ്യക്ക് നഷ്ടപ്പെടും. ഇനി പെട്ടെന്നല്ല, പതുക്കെ മാസങ്ങളും വർഷങ്ങളൊക്കെ എടുത്തിട്ട് തലച്ചോറിലെ രക്തധമനിയിലെ ബ്ലോക്ക് കാരണം രക്തം കിട്ടാത്ത അവസ്ഥ വരികയാണെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ തലച്ചോറിനകത്ത് ഹിപ്പോ ക്യാമ്പസ് എന്ന് പറയുന്ന വളരെ ലോലമായിട്ടുള്ള ഒരു ഭാഗമുണ്ട്. ഓർമ്മശക്തിക്ക് വളരെ അത്യാവശ്യമാണ്. ആ ഭാഗത്ത് ഓക്സിജൻ കിട്ടാതെ വരികയാണ്, ഓർമ്മയെ അത് ബാധിക്കുകയാണ്. ഇനി എന്ത് കാരണം കൊണ്ടാണ് തലച്ചോറിലേക്ക് രക്തോട്ടം കുറയുക? ഏറ്റവും പ്രധാനം ബ്ലോക്കിന്റെ അസുഖമായിട്ടുള്ള അഥെറോസ്ക്ലെറോസിസ്. പിന്നെ ബി പി ഉള്ളവർക്ക് അവർ പോലും അറിയാതെ മിനി സ്ട്രോക്കുകൾ സംഭവിക്കും. പിന്നെ പ്രമേഹ രോഗം, കൊളസ്ട്രോള്, അതുപോലെ ഹാർട്ടിന്റെ പമ്പിംഗ് കുറഞ്ഞ് ഹാർട്ട് ഫെയിലിയർ ഉള്ളവർക്ക്, ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുന്ന ഏട്രിയൽ ഫിബ്രിലേഷൻ എന്ന് പറയുന്ന അസുഖമുള്ളവർക്ക്, ഇവർക്കെല്ലാം മറവി പ്രശ്നങ്ങൾ പെട്ടെന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ മറവി പ്രശ്നം തടയണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഒക്കെ നല്ല കൺട്രോളിൽ കൊണ്ടുപോകണം. ഈ എക്സർസൈസ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആഴ്ചയിൽ 5 ദിവസമെങ്കിലും എയറോബിക് എക്സർസൈസ് നല്ല രീതിയിൽ ചെയ്യുക.